ഹലോ, നമുക്കൊരു 10-15 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ അത്. ഇതിൽ മൈദയും ഗോതമ്പ് പൊടിയും പിന്നെ പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഗോതമ്പ് പൊടിയും മറ്റേ മൈദപ്പൊടി ഈക്വൽ അളവിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ പഴം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്, ചെറുതാക്കി കട്ട് ചെയ്ത് ഒന്നുകൂടി ക്യൂട്ടാണ്, കഴിക്കാനും പെട്ടെന്ന് മട്ടിക്കില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ബാറ്ററിൽ മുക്കിയിട്ട് ഫസ്റ്റത്തെ റൗണ്ട് പഴംപൊരി ഇടാം. ചെറുതായിട്ട് കട്ടിയായിട്ടാട്ടോ ഞാൻ പഴം മുറിച്ചിരിക്കണേ. ബിക്കോസ് പഴം ഓൾറെഡി അത്യാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലാണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് അത് ഇതാക്കിയത്. അപ്പം അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ചട്ടി ഫില്ലാവണ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് കേട്ടോ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരിക. ആക്ച്വലി ഇത് എല്ലാവർക്കും കഴിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 പഴമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ട. ഞങ്ങൾ 4 പിള്ളേരുണ്ടായിരുന്നു വീട്ടിൽ, കുട്ടിയച്ഛൻ്റെ മക്കളും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് നടുവിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഉള്ള പോലെ തോന്നും ചെയ്യും, എല്ലാവർക്കും തികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ബാച്ച് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു. നല്ല ക്രിസ്പി ആൻഡ് ബ്രൗൺ കളറിലായിട്ടാണ് കേട്ടോ കിട്ടിയത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ്. കടയിൽ ഒന്നുകൂടിയും ഓരോ ഈസ്റ്റും കണിക്കേണ്ട സാധനങ്ങളൊക്കെ ഇടും. ഇതൊന്നും ഇടാതെ നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ പഴംപൊരിയാണ് കേട്ടോ ഇത്. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു കൊതിക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സെക്കൻഡ് ബാച്ചും ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം പൊന്തി വരുന്നുണ്ടായിരുന്നു കേട്ടോ. മൈദ ഇട്ടുകൊണ്ടാണ് തോന്നുന്നു. വീട്ടിൽ ചില സമയത്തൊക്കെ ഞങ്ങൾ ഗോതമ്പ് പൊടി മാത്രം മിക്സ് ചെയ്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കൽ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരലുണ്ട്. ഒരു സ്പൂണ് മറ്റേ അരിപ്പൊടി ഇട്ടാലും മതി. അപ്പോഴും നമുക്ക് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. മൈദ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എക്സെപ്ഷണലാണ്. അപ്പോൾ ഇങ്ങനൊരു കളറാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് തിരിച്ചിടണം. എന്നാലേ 2 സൈഡും ഈക്വലായിട്ട് വേവുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇനി ഓരോന്നായിട്ട് കോരിയെടുക്കാം. നല്ല മുരുത്ത് വന്നത് കണ്ടോ, ബ്രൗൺ കളറിൽ. നമുക്ക് ടിഷ്യൂ വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ പാത്രത്തേക്ക് ഇതെല്ലാം മാറ്റി വയ്ക്കാം. എനിക്കിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് ഞാൻ റാൻഡമായിട്ട് അവിടെ പഴം കണ്ടപ്പോൾ എന്നാൽ ശരി പഴംപൊരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ്.